ഹലോ. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. വേറൊന്നല്ല, നമ്മൾ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബസ്സൊക്കെ കയറി നേരെ അമ്മൂമ്മയുടെ വീട്ടിലാണ് വന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു 3 മണിയായപ്പോഴാണ് നമ്മൾ പറഞ്ഞ സ്പോട്ടിലോട്ട് വന്നത്. അതായത് കോട്ടപ്പുറത്താണ് കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാനൊരു 3 മണിയാണ് ടൈം പറഞ്ഞിരുന്നത്. എന്നാലും നട്ടുവെച്ച് ആ 3 മണിക്ക് ഞങ്ങളിവിടെ വന്നിരുന്നു. ഞാനും ഈ ചേച്ചിയും മാത്രം എത്തിയിട്ടില്ല കേട്ടോ. ചേച്ചി എന്ന് പറയാനായിട്ട് വേറെ ഒന്നല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. പക്ഷേ എന്നെക്കാളും കുറച്ച് ഏജ് ആ ചേച്ചിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ശ്രീലക്ഷ്മി ചേച്ചി എന്നാണ് പേര്. ആരും വന്നിട്ടില്ല കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ 3 മണി നേരത്തൊക്കെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടായുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രം പോസ്റ്റ് അടിച്ച് അങ്ങാടി ഇങ്ങനെ നടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ മുസിരിസ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ഈവനിങ് ഒക്കെ വന്നിരിക്കാനായിട്ട് നല്ല രസമാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ പാറൂസ് നമ്മുടെ പുല്ലുമേക്കൂടെയൊക്കെ നല്ല നടക്കുന്നുണ്ട് കേട്ടോ. വെയിലുണ്ട്, പക്ഷേ ഈ സൈഡിലോട്ട് വന്നുകൊണ്ട് അധികം വെയിലില്ല കേട്ടോ. കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ എഴുതിയിട്ടുള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നല്ലോണം ഒഴിഞ്ഞൊക്കെ കിടക്കുന്നതാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ ചേച്ചി ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാറുവിൻ്റെ അടുത്ത് അങ്ങാടി കിടക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് ആള്. പാറസ് ഇവിടെ കിടന്ന് നല്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉണ്ടോ നമ്മൾ വോയിസ് ഇടുമ്പോൾ സൗണ്ട് കേൾക്കണത്. അപ്പോൾ അതേ നമ്മുടെ അടുത്ത കൂട്ടുകാരി വന്നു, കൊച്ചും ഉണ്ട് കേട്ടോ. ഇത് അവക്കടെ കൊച്ചാട്ടോ. നമ്മുടെ പാറൂസും കൊച്ചും തമ്മിൽ ഒരു മാസത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അനുമോളാണത്, അവളുടെ കൊച്ചാണ് കേട്ടോ. ധൻവി എന്നാണ് കൊച്ചിൻ്റെ പേരിട്ടാക്കണത്. അങ്ങനെ എന്തോണെന്ന് തോന്നുന്നു. അങ്ങനെ അതേ നമ്മുടെ അടുത്ത ഫ്രണ്ട്സൊക്കെ എത്തി, മിക്കവരൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് അവിടെ ഇരിക്കാനായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് എത്തി. ഇവർ രണ്ടുപേരും നമ്മുടെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. കപ്പിൾസാണ്, മാരേജ് കഴിഞ്ഞു, കൊച്ചായി. കൊച്ചിന് 4-5 മാസം എന്തോ ആയി തോന്നുന്നു. അപ്പോൾ അതേ ആൽവി, ആഷ്ന അവരൊക്കെ വന്നിട്ടുണ്ട്. ഇനി അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. വേറെ ആൾക്കാരൊന്നും വന്നില്ല. പലരും പലവരുടേതായ കാര്യങ്ങളാൽ നമ്മളപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ ഒന്ന് കൂടിയത്. കുഴപ്പമില്ല, നമ്മൾ ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ, അതായത് സ്കൂൾ നമ്മുടെ കോളേജ് ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യുന്നതും ഓർക്കുമ്പോൾ സങ്കടം വരുന്നൊരു കാലഘട്ടം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോളേജ് ലൈഫ് തന്നെ ഉണ്ടോ. വേറൊന്നല്ല, നമ്മുടെ നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് വലിയ ക്യാമ്പസ് ഉള്ള കോളേജൊന്നും ആയിരുന്നില്ല. SN ആർട്സ് കെടാമംഗലത്താണ് ഞാൻ പഠിച്ചത്. ക്യാമ്പസ് ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റു കോളേജുകളെ പോലെയൊക്കെ തന്നെ. പിന്നെ നമ്മൾക്ക് ആ ഒരു കോളേജ് ലൈഫ് ആയത് തന്നെ നമ്മൾക്ക് കിട്ടിയ ഫ്രണ്ട്സ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ബാച്ചിലർ ഫ്രണ്ട്സൊക്കെ കൊണ്ട് തന്നെ ഉണ്ടോ ആ ഒരു ലൈഫ് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിയ മുതലുകളാണ് എനിക്കിത്. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവരൊക്കെ. ഞങ്ങൾ ഭയങ്കര കമ്പനി, നല്ലൊരു രസമാണ്. നമുക്ക് കോളേജ് ലൈഫ് എന്താണെന്ന് പറഞ്ഞത് ഇവർ വന്നതിന് ശേഷമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജ് എന്ന് പറയാനായിട്ടൊരു ഷണ്ണ പോലെ ആയാണ്. കാരണം ക്യാമ്പസ് ഒന്നുമില്ല. പിന്നെ മിസ്സുമാരായാലും അടിപൊളി മിസ്സുമാരാണ് കേട്ടോ, നമുക്കൊക്കെ സപ്പോർട്ട് ആവണതും. എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു മിസ്സാണ് വിദ്യാ മിസ് എന്ന് പറയുന്ന മിസ്സാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമ്മുടെ ഒരു കമ്പനി മൈൻഡാണ് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു പോരാൻ നേരം ഇപ്പോൾ കുറച്ച് ജ്യൂസോ ഷേക്കോ എന്തെങ്കിലും കുടിക്കാമെന്ന് ചോദിച്ചിട്ട് അവിടെ തന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഷേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. അങ്ങനെ അവിടെ കയറി അവരൊരു സ്ട്രോബെറിയുടെ ഷേക്ക് പറഞ്ഞു, ഞങ്ങളൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഷേക്കും പറഞ്ഞായിരുന്നു. അപ്പോൾ പാറൂസ് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാല് കുപ്പി ഞാൻ കൈ പിടിച്ചതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അവർക്കുള്ള ഷേക്കൊക്കെ വന്നിട്ടുണ്ട്, സ്ട്രോബെറി. അങ്ങനെ ഞങ്ങൾക്കുള്ള ഷേക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എൻ്റെ ഒപ്പം അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പാറൂസ് നോക്കാൻ വേണ്ടി ഞാൻ അമ്മേനെയും കൊണ്ടുവന്നതാണ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അമ്മേനെയും കൂട്ടി. അതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ലുലു മാളിൽ അവളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോയപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നോക്കി ഇഷ്ടമാതിരി ആൾക്കാരാണ് വന്നാക്കണത്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പോൾ കണ്ട കാഴ്ചയല്ല. വൈകുന്നേരത്തെ ഒരു വൈബ് എന്ന് വെച്ചാൽ അതൊരു അടിപൊളി വൈബാണ് ഇവിടെ വന്നിരിക്കുക എന്നുള്ളത്. നല്ലൊരു സൂര്യാസ്തമയവും ആ പുഴയുടെ ഇതും ആ ഒരു നമ്മുടെ ഗുഡ് എന്താ പറയുക, ആംബിയൻസ് ഗുഡ് എന്നൊക്കെ പറയുമല്ലോ. ഭയങ്കര ഒരു ഈവനിങ് ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നമ്മൾ പറൂരുകാർക്കൊക്കെ എപ്പോഴും അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് വൈകുന്നേരം വന്നിങ്ങനെ എൻജോയ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്.